നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുകയില്ലേ? എല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി പദ്ധതി ഇടുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളും? അതാണ് ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കൾ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയെ വെറുത്തു പോയിട്ടുണ്ടാകുമോ? അതുപോലെ വെറുത്തു പോയിട്ടുണ്ടാകുമോ? ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ടാകുമോ? നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ടാകുമോ? ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഈ വ്യക്തി നിങ്ങളെ പല രീതിയിലും പല വിധത്തിലും പല പല തവണയുമായി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വ്യക്തിയുടെ വിവരമില്ലായ്മ, അല്ലെങ്കിൽ എടുത്തുചാട്ടം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് കേട്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തി എടുത്തു ചാടുന്ന വിധത്തിൽ അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അത്രമേൽ വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളതെല്ലാം അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോട് ഈ വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നുമില്ല. നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സ് ശുദ്ധീകരിക്കുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹമില്ല. അത്രമേൽ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഈ വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും കൃത്യമായ ഉത്തരം നൽകാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ നന്മ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഉയർന്നത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിക്ക് ക്ഷമ കൊടുക്കുന്നത് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഈ വ്യക്തി പല വിധത്തിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതും നിങ്ങളെക്കുറിച്ച് കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് ഈ പേഴ്സന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അത് അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ വാക്കുകളിലൂടെയും അവർ പറയുന്ന കാര്യങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും ഒക്കെയും ഈ വ്യക്തി അതെല്ലാം വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ചു പോവുകയും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യവും വാശിയും തെറ്റിദ്ധാരണയുമാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് വന്നതെന്ന് ഈ വ്യക്തി പലപ്പോഴും ചിന്തിച്ചിരുന്നില്ല. അതിനനുസരിച്ച് നിങ്ങളെ വേദനിപ്പിക്കുകയും എടുത്തുചാട്ടം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും തന്നെ പറയുവാനില്ല. കാരണം ഈ വ്യക്തിയോട് ക്ഷമിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പോൾ അത്രമേൽ വിലപ്പെട്ടതാണ്. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രമാത്രം വിലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്.
ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരാളെ കൊണ്ടും സാധിക്കുകയില്ല എന്നും നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉചിതമായ തീരുമാനമെന്നും രീതിയെന്നും തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷം തോന്നിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും പ്രയത്നത്തിലൂടെയുമാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു ഫെമിനൈൻ എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു സ്ത്രീയുടെ മനസ്സിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ത്രീയുടെ എനർജിയിൽ ലയിച്ചു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമോഷണൽ പരമായിട്ടുള്ള എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമോഷണൽ എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ള വിഷമവും ഫീലിങ്സും ഇമോഷൻസും ചിന്തകളും ചോദ്യങ്ങളും തെറ്റുകളും പശ്ചാത്താപവും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്. ആ ഒരു എനർജിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫെമിനൈൻ എനർജിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോഴാണ് താൻ ചെയ്ത തെറ്റുകളും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയാണ് വേണ്ടത്. മനസ്സ് തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലും സങ്കടപ്പെടേണ്ടി വന്നപ്പോൾ ഈ വ്യക്തി വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശാപം കൊണ്ടാണോ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടാണോ ഈ വ്യക്തിക്ക് ഇങ്ങനെയെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെയും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തണം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് ഈ വ്യക്തി നിലനിൽക്കുന്നത്. നിങ്ങളുടെ പ്രണയബന്ധത്തെ പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും അതിൻ്റെ പകിട്ട് കുറയാതെയും അതിൻ്റെ മഹത്വം കുറയാതെയും അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അധർമ്മത്തെ തുരത്തി ഓടിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ആ ഒരു അധർമ്മത്തെ തുരത്തി ഓടിച്ചുകൊണ്ടും കാപട്യമുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനെ പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. നമുക്കിവിടെ ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്ന മാലാഖയുടെ ഊർജമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ മാലാഖയാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നത്. അത് എന്തുകൊണ്ടും നന്നായി. നിങ്ങൾ ഒരു പക്ഷേ മാലാഖമാരെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന മാലാഖമാർ കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു എനർജി നമ്മൾക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം. പൂർവികരുടെ അനുഗ്രഹവും ഈ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റക്കാണ്, ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഈ വ്യക്തി ഒറ്റക്കാണ്. നിങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഒന്നിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് മാപ്പ് പറയാനും ഈ വ്യക്തി തയ്യാറാണ്. തൻ്റെ തന്നിഷ്ടം കൊണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സേറെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മാപ്പ് ചോദിക്കാനും ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.